മാധ്യമങ്ങൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ഇത്രയധികം മാധ്യമ സ്ഥാപനം ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടോ എന്ന് സംശയമാണ്. എൻ്റെ ഒരു നിഗമനം, ലോക ചരിത്രത്തിൽ കോട്ടയത്തിന് മാധ്യമ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണുള്ളത്. മാധ്യമ ചരിത്രത്തിൻ്റെയും അച്ചടിയുടെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും ഈറ്റിലമായ പഴയ സെമിനാരിയിലേക്ക് എല്ലാ മാധ്യമപ്രവർത്തകരെയും ഒറ്റ വാക്കിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മാധ്യമപ്രവർത്തകരോട് സംവദിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന അഭിനന്ദനായ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് അച്ഛൻ, വൈദിക ട്രസ്റ്റി അഭിനന്ദനായ ഡോക്ടർ ജോൺസൺ കോനാട്ടച്ഛൻ, പ്രിയപ്പെട്ട തോമസ് അമീൻ അച്ഛൻ, വൈദിക സെമിനാരിയുടെ ബർസ, ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ, സെമിനാരിയുടെ PR KM സക്രിയ അച്ഛൻ, ജോബിൻ വർഗീസ് മാഷൻ, എല്ലാവരെയും ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഴയ സെമിനാരിയുടെ ദ്വിശതാബ്ദി സമാപ്തിയെക്കുറിച്ചും പഴയ സെമിനാരി സ്ഥാപകൻ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്യാസോസ് മെത്രാപ്പൊലീത്തായുടെ ചരമ ശതാബ്ദി ഉദ്ഘാടനത്തെക്കുറിച്ചും വിശദീകരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ തോമസ് അച്ഛനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും വന്നു ചേർന്നതിൽ പ്രത്യേകമായിട്ട് സന്തോഷവും ഞാൻ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാരിക്ക് 200 വർഷം പൂർത്തിയാവുകയാണ്. 26-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിന് 2 പ്രാധാന്യങ്ങളാണ്. ഒന്നാമത്തത് 1815 പണി പൂർത്തിയായി വൈദിക വിദ്യാഭ്യാസവും സെക്യുലർ വിദ്യാഭ്യാസവും ആരംഭിച്ച ഈ സെമിനാരിക്ക് 200 വർഷം പൂർത്തിയാകുന്നു. ആ സെമിനാരി സ്ഥാപിച്ച വന്ധ്യനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്യാസോസ് മെത്രാപ്പൊലീത്ത 1 വർഷമേ മെത്രാപ്പൊലീത്തായി ജീവിച്ചുള്ളൂ. 1816 അദ്ദേഹം കാലം ചെയ്തു. അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ 200ാമത് ചരമ വാർഷികമാണ്. 199ാമത് ചരമവാർഷികമാണ് ഇന്ന് കൊണ്ടാടിയത്. അതുകൊണ്ട് അതിൻ്റെ 200ാമത് ചരമവാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഒരുമിച്ച് 26-ാം തീയതി നടക്കുകയാണ്. ഒരു ദശതാബ്ദിയുടെ സമാപനവും മറ്റൊരു ദശതാബ്ദിയുടെ ആരംഭവും. ഒരുപക്ഷെ നിങ്ങളെ കുറിച്ചൊക്കെ ചരിത്രപരമായി അറിയാവുന്നവരായതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഈ പഴയ സെമിനാരിയുടെ സ്ഥാനത്തെക്കുറിച്ച്. ഇത് കേവലം സഭയ്ക്ക് വേണ്ടി ഉണ്ടായ ഒരു സ്ഥാപനമല്ല. അതുകൊണ്ടാണ് ചരിത്രത്തിലും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ അദ്വിതീയമായൊരു സ്ഥാനം പഴയ സെമിനാരിക്കുണ്ട്. സെക്കുലർ ചരിത്രകാരന്മാർ ചിലപ്പോൾ അവരുടെ എഴുത്തുകളിൽ ആ കാര്യത്തെ ഗൗരവമായിട്ട് പ്രതിഫലിപ്പിച്ചിട്ടില്ലെങ്കിലും കൂലങ്കഷമായി ചരിത്രത്തെ മുഴുവനായി പഠിക്കുന്നവർക്ക് മനസ്സിലാകും കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണെങ്കിൽ ആ വിദ്യാഭ്യാസം ആരംഭിച്ചത് ഈ പഴയ സെമിനാരിലാണ്. തിരുവിതാംകൂറാണ് അന്ന്, കേരളമായിട്ടില്ല. പൊതുവെ നമ്മുടെ ചരിത്രകാരന്മാരെല്ലാവരും സമ്മതിക്കും കേരളത്തിലൊരു നവോത്ഥാനം ഉണ്ടായി. ആ നവോത്ഥാനത്തിന് തുടക്കം ഇവിടെ വന്ന പാശ്ചാത്യ മിഷണറിമാർ ആരംഭിച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയാണ്. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യം ആരംഭിച്ചത് ഈ പഴയ സെമിനാരിയുടെ മണ്ണിലാണ്. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കാൻ ഇടയായത് ഇടൂപുറമാൻ എന്ന് വിളിക്കപ്പെട്ട അദ്ദേഹം പിന്നെ മെത്രാപ്പൊലീത്തായി ജോസഫ് മാർ ദീവന്യാസോസ് പുലിക്കോട്ടിൽ 1-ാം തിരുമേനിയായി ഈ ദേവാലയത്തിൽ കബറടങ്ങിയിരുന്നു. ആ തിരുമേനിക്ക് ഉള്ള വീക്ഷണം 2 വിധത്തിലായിരുന്നു. സമൂഹത്തിൻ്റെ നവോത്ഥാനം ഉണ്ടാകണം, സഭയ്ക്കും ഒരു നവോത്ഥാനം ഉണ്ടാകണം. ഇതൊരു കേവലം സഭാപരമായ ഒരു പ്രവർത്തനമായിരുന്നെങ്കിൽ അന്നത്തെ തിരുവിതാംകൂർ പ്രസിഡന്റായിരുന്ന കേണൽ മൺട്രോയും തിരുവിതാംകൂർ
റീജന്റായ റാണി ലക്ഷ്മിഭായിയും അവരൊരുമിച്ച് ചേർന്ന് ഇവിടെ ഒരു 16 ഏക്കർ സ്ഥലമാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകിയത്. അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തിരുവിതാംകൂർ റെസിഡന്റും അതുപോലെ തിരുവിതാംകൂർ റീജന്റും ഇത്രയും സ്ഥലം കരവഴിയുമായി ഇവിടെ നൽകണമെങ്കിൽ അതിൽ സഭയുടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അത്രയും ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് ഇത് വഴിതെളിക്കുമെന്നുള്ളത് കൊണ്ടാണ് തിരുവിതാംകൂർ റെസിഡന്റും അതുപോലെ ഇവിടുത്തെ റീജന്റ് മഹാറാണിയും എല്ലാവരും ഈ ഉദ്യമത്തെ പിന്തുണച്ചത്. അവിടെ നിങ്ങൾ ആ ചരിത്ര സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഒരു പ്രാധാന്യം സമൂഹത്തോടും ലോകത്തോടും അറിയിക്കണമെന്നാണ് എനിക്കും നിങ്ങളോട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അവിടുത്തെ കേവലം ഒരു സഭയുടെ സ്ഥാപനം എന്നുള്ള നിലയിലല്ല. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടയം അക്ഷര നഗരി എന്നാണല്ലോ അറിയപ്പെടുന്നത്. കോട്ടയം അക്ഷര നഗരിയായി രൂപാന്തരപ്പെടുന്നതിന് മുഖാന്തരം ഈ പഴയ സെമിനാരിയാണ്. പഴയ സെമിനാരിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങി, ഇംഗ്ലീഷ് മിഷണറിമാരുടെ പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ 2 പഠിപ്പിക്കലും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് സെക്കുലർ വിദ്യാഭ്യാസവും വൈദിക വിദ്യാഭ്യാസവും ഈ 2 ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അതോട് ചേർന്ന് അച്ചടി ഉണ്ടാകുന്നതിനെ കുറിച്ച് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വേദപുസ്തകമായി മറ്റു പല പ്രസിദ്ധീകരണങ്ങളും അതിൻ്റെയൊക്കെ തുടക്കം, അതിൻ്റെ പ്രോസസ്സ് മുഴുവൻ തുടങ്ങിയത് ഈ പഴയ സെമിനാരിലാണ്. അത് മിഷണറിമാരുടെ സഹായം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. ബെഞ്ചമിൻ ബെയ്ലിയും ബേക്കർ പെന്നും അതുപോലെയുള്ള ഈ മിഷണറിമാരെ ഇവിടെ താമസിച്ച് ബെയ്ലിയും ബേക്കർ പെന്നും ഒക്കെ ആയിരുന്നല്ലോ അച്ചടിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതിൻ്റെ എല്ലാം തുടക്കം ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചില പ്രത്യേകമായ കാര്യങ്ങൾ കൊണ്ട് മിഷണറിമാര് ഇവിടെ നിന്ന് മാറുവാനൊക്കെ ഒന്നും ഇടയായി. 1840 കൂടി CMS കോളേജിന്റെ ആ ക്യാമ്പസിൽ സെക്കുലർ വിദ്യാഭ്യാസം ആരംഭിച്ചു. അപ്പോൾ ശരിക്കും ചരിത്രം വിശകലനം ചെയ്താൽ കാണാം, സെക്കുലർ വിദ്യാഭ്യാസം CMS കോളേജിൽ ആരംഭിക്കുന്നത് 1840 കൂടിയാണ്. അത് മിഷണറിമാരും ഇവിടുത്തെ സഭയുടെ ചുമതലക്കാരും തമ്മിൽ ചില കാര്യങ്ങളിൽ ചർച്ചയില്ലാതെ വന്നതുമാണ്. അതുവരെ 1815 മുതൽ 1840 വരെയും 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് നടത്തിയ സ്ഥാപനമാണ് പഴയ സെമിനാരി. അത് ചരിത്രത്തിൽ കുറേ പേരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ അധികം അംഗീകരിക്കാത്തവരും കാണുമായിരിക്കും. കാരണം ഈ മെത്രാച്ചന്മാരുടെയും അതുപോലെ സഭാ മേലധ്യക്ഷന്മാരുടെയും സംഭാവനകളെ പലപ്പോഴും സഭയുടെ ഉള്ളിൽ ഒതുക്കി നിർത്താനായിട്ടാണ് സഭയിലെ ചരിത്രകാരന്മാർക്കും പുറത്തുള്ള ചരിത്രകാരന്മാർക്കും താല്പര്യമുള്ളത്. പക്ഷേ വസ്തുത അങ്ങനെയല്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ടായ ഈ പ്രവർത്തനം സഭയുടേതെന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിൻ്റെ നവോത്ഥാനത്തിനും കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും അതിൽ കൂടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തികമായ വളർച്ചയ്ക്കും അതിലെല്ലാം ഉപരിയായി ഒരു പുരോഗമന പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എഴുന്നേൽക്കുവാനും ഒക്കെ ഇടയായി. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. അതിനുശേഷമാണ് കേരളത്തിലെ ഒട്ടേറെ നവോത്ഥാന നായകന്മാരെ ശ്രീ നാരായണനും ചട്ടപ്പിസ്വാമികളും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ടൊരു 50 വർഷങ്ങൾ കൂടെ കഴിയുമ്പോഴാണ് പിന്നീട് ഇതെല്ലാം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് പഴയ സെമിനാരിക്ക് കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ഒരു പങ്കുണ്ട്. ആ പങ്കിനെ വേണ്ടത്ര വിധത്തിൽ മനസ്സിലാക്കുകയും വേണ്ടത്ര വിധത്തിൽ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു താല്പര്യമാണ് ഞങ്ങളുടെ 200 വർഷം കൊണ്ടാടുന്നതിൻ്റെ പുറകിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം. 200 വർഷത്തിൻ്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി 2014 ഫെബ്രുവരി മാസത്തിൽ നിർവഹിച്ചു. അതുമായി ചേർന്ന് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി. അത് മുഴുവൻ സഭയ്ക്ക് മാത്രം പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ അല്ല, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ സെമിനാരിയുടെ അനുബന്ധ പ്രവർത്തനങ്ങളുണ്ട് ഇവിടെ.
ഇവിടെ സുധി സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു. അവിടെ ഈ മ്യൂസിക് അഭ്യസിക്കുന്നത് ഈ സഭയിലെ അംഗങ്ങൾ മാത്രമല്ല, അവിടെ പഠിപ്പിക്കുന്നത് സഭാംഗങ്ങൾ മാത്രമല്ല, സർവ ജാതി മതസ്ഥരുമായി ബന്ധപ്പെട്ട് അതേസമയം സഭയുടെ മ്യൂസിക്കിനും ആരാധനയ്ക്കും ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സംയോജന രീതിയിലുള്ള പഠനമാണ് നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ കൗൺസിലിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. അതും ഒരു പ്രത്യേക സഭയിൽപ്പെട്ട അംഗങ്ങൾക്കല്ല, നാനാജാതി മതസ്ഥർക്ക് പ്രയോജനപ്രദമായി തീരുമാനമെടുക്കാനുള്ള പദ്ധതികളാണ്. അതുപോലെ ഈ സെമിനാരി ആവിഷ്കരിച്ചിട്ടുള്ള പല പദ്ധതികളും സെമിനാരി വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അത് ഭവനങ്ങളിൽ വാർദ്ധക്യത്തിൽ ആരോഗ്യമില്ലാതെ കിടക്കുന്നവരെ പോയി കാണുകയും പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതുപോലെ ജീവകരണ്യപരമായ പ്രവർത്തനങ്ങൾ അത് സെമിനാരിയിൽ ആരംഭകാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകമായി ഒരു സ്റ്റുഡോഷിപ്പ് മനുഷ്യരെ സഹായിക്കാൻ ഒരു പദ്ധതി സെമിനാരിൽ പ്രവർത്തിക്കുന്നതാണ്. അതിന്റെ പ്രയോജനം ഏതെങ്കിലും സഭയിൽപ്പെട്ടവർക്ക് നാനാജാതി മതസ്ഥർക്കാണ്. അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനങ്ങൾ അടുത്ത ആഴ്ച ഈ ആഴ്ച തന്നെ കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തുവാനായിട്ട് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. കാരണം അവര് ഈ പഴയ സെമിനാരിയുടെ ചരിത്രവും മഹാത്മ്യം മനസ്സിലാക്കിയിട്ടാണ് ഈ CMS കോളേജിലാണ് അതിന്റെ പ്രധാന വെന്യുവെങ്കിലും അവരെ മനസ്സിലാക്കി പഴയ സെമിനാരി പഴയ സ്ഥാപനമാണ്. അവരുടെ കേരള ഹിസ്റ്ററി കോൺഗ്രസ് ഒരു മീറ്റിംഗ് നടത്തുമ്പോഴേ പഴയ സെമിനാരിയിൽ വെച്ചോളം നടത്തിയില്ലെങ്കിൽ അത് കുറവാണെന്ന് കരുതി ശ്രീ NGS നാരായണനും അതുപോലെയുള്ള ചുമതലക്കാരും ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ഇവിടെ വെച്ച് 27-ാം തീയതി ഒരു മീറ്റിംഗ് നടത്തിയാണ്. അതിൽ സംബന്ധിക്കുവാനായിട്ട് ഹീബ്രു ജെറുസലേമിലെ ഹീബ്രു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒജീറ ഗനാലി എന്ന് പറയുന്ന ലേഡി, അവർക്ക് മലയാളം അറിയാവുന്നതാണ്, പൊതുവെ സംഘാടകർ പറഞ്ഞത്. അവർ വരുന്നുണ്ട്. നേരെ സൂചിപ്പിച്ചത് കുറെ ചരിത്രം പഠിച്ചതെങ്കിലും പഴയ സെമിനാരിയുടെ ആ ചരിത്രത്തെ കുറിച്ച് കുറച്ച് അവഗാഹമായിട്ടുള്ള അറിവുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ ഇതിന്റെ വൈസന്റിയുടെ ഈ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ അവബോധം ഉണ്ടാകുമെന്ന് വഴിയാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 26-ാം തീയതി മീറ്റിംഗ് കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യും. 175ാമത് വാർഷികം കൊണ്ടാടിയപ്പോഴും ഒരു ഗവർണറായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അത് അന്ന് തമിഴ്നാട് ഗവർണറായിരുന്ന ഡോക്ടർ PC അലക്സാണ്ടറായിരുന്നു. അപ്പോൾ 200 കൊണ്ടാടുമ്പോഴും ഒരു ഗവർണറെ തന്നെ ലഭിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ഗവർണറുടെ മീറ്റിംഗ് ആയ ഒരു ദീർഘമായ മീറ്റിംഗ് ആയിരിക്കില്ല. അവിടെ അമേരിക്കൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മെട്രോപൊളിറ്റൻ ടിക്കോൺ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ 2 സെമിനാരികളുടെ പ്രിൻസിപ്പൽമാരും ഫാദർ ജോണും ഫാദർ സ്റ്റീവനും ഇവർ 2 പേരും എത്തിയിട്ടുണ്ട്. 3 പേരും രാവിലത്തെ ആരാധനയിൽ ഉണ്ടായിരുന്നു. അവര് ആ മീറ്റിംഗ് സംബന്ധിക്കും. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ അദ്ദേഹം അത് സംബന്ധിക്കും. പരിശുദ്ധ ബാബാതിരുമേനിയുടെ സഭയുടെ പരമാധ്യക്ഷന്റെ അധ്യക്ഷതയിലായിരിക്കും ആ മീറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ മീറ്റിങ്ങിനെ കുറിച്ച് മാത്രമല്ല പഴയ സെമിനാരിയുടെ ചരിത്രത്തിലെയും കേരളത്തിലെ നവോത്ഥാനത്തിൽ ഈ സെമിനാരി വഹിച്ച പങ്കിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകത്തക്കവണ്ണം നല്ല കവറേജും നല്ല വാർത്തകളും നിങ്ങൾ നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സന്മനസ്സിനും നന്ദിയാകുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള നിങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഏതെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആ കാര്യത്തിൽ മറുപടി പറഞ്ഞുകൊള്ളാം. ചോദിക്കാൻ തന്നെ പഠിച്ചത് ചരിത്ര അല്പം പഠിക്കാൻ നമുക്കെല്ലാം താല്പര്യമുണ്ടെങ്കിൽ അറിയാം. CMS മിഷണറിമാരും സഭയും തമ്മിലുള്ള ബന്ധം തുറന്നുകൊണ്ട് പോയപ്പോൾ CMS മിഷണറിമാര് ഞാൻ ആവശ്യമില്ല അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മിഷണറിമാരോട് ഞങ്ങൾക്ക് വളരെ കടപ്പാടും വളരെ ആദരവുമാണ്. പക്ഷേ മിഷണറിമാര് പാശ്ചാത്യ സഭയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ നവീകരണ ഉപദേശങ്ങൾ കൂടെ ഞങ്ങളുടെ സഭയിലേക്ക് കടത്തിവിടാൻ ആഗ്രഹിച്ചപ്പോൾ മിഷണറിമാരുമായിട്ട് അകൽച്ചയുണ്ടായി. കൃത്യമായി നമുക്ക് രേഖയുണ്ട്. 1836 മാവേലിക്കരയിൽ വെച്ച്
അന്നത്തെ ബിഷപ്പായിരുന്ന ജയപാടമാർ ദിവന്യാസ മെത്രാപ്പോലീത്തായുടെ അധ്യക്ഷതയിൽ കൂടിയ മാവേലിക്കര പടിയോലയിൽ മിഷണറിമാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് വസ്തുക്കളെ സംബന്ധിച്ച് കേസുണ്ടായി. 1840 കൊല്ലം പഞ്ചായത്ത്, ഇതിനെല്ലാം റെക്കോർഡുള്ളതാണ്. ആ സാറ് ഏത് റെക്കോർഡിന്റെ കേസ് ചെയ്ത് ആ ചരിത്രം എഴുതുന്ന അറിഞ്ഞുകൂടാ. ആ ചരിത്രം എഴുതിയതിന് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും അദ്ദേഹത്തിന് കാണിക്കാൻ ഒട്ടും തോന്നുന്നില്ല. കാര്യം ഇത് വളരെ വ്യക്തമാണ്. 1836 ഉണ്ടായ മാവേലിക്കര പടിയോലയും 1840 CMSകാരും ഈ സഭയും തമ്മിലുള്ള വസ്തുവിനെ കുറിച്ചുള്ള തർക്കത്തിൽ അതിന് കൊല്ലം പഞ്ചായത്തിന് വിധിയുണ്ടായപ്പോൾ പഴയ സെമിനാരി, മൺറോത്തുരുത്ത് തുടങ്ങിയ സ്ഥലങ്ങള് പഴയ സെമിനാരിക്ക് തന്നു. അന്ന് മിഷണറിമാരുടെ ഉണ്ടായിരുന്ന CMS കോളേജ് ഭാഗവും CMSകാർക്ക് വിട്ടുകൊടുത്തു. അവിടെ വെച്ച് ഈ രണ്ട് രീതിയിൽ വസ്തുക്കളുടെ വേർതിരിവ് ഉണ്ടായതിനു ശേഷമാണ് ഈ CMS കോളേജ് ആരംഭിക്കുന്നത്. അത് ചരിത്രത്തിലുള്ളതാണ്. എന്തോ അവർക്ക് ഒന്ന് വേണമെങ്കിൽ അവരുടെ മിഷണറിമാരോട് ചേർന്ന് ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. പക്ഷെ CMS കോളേജ് 1815 ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുക. പക്ഷെ അത് ചരിത്രമാണ്. അത് കോട്ടയം കോളേജ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുകയും പിന്നീട് ഒരു ഡിവിഷൻ ഫോമായ സാഹചര്യത്തിൽ സെക്യുലർ എഡ്യൂക്കേഷൻ മുഴുവൻ നമുക്ക് മാറ്റുകയും ചെയ്തപ്പോൾ ഇവിടെ CMS കോളേജിന്റെ ആരംഭം ഒന്നുണ്ടായി എന്ന് വേണമെങ്കിൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കാം എന്നുള്ളത്. ഉണ്ടായില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അഭിനന്ദനായ പത്രോസ്മാർ ഉസ്താദിയോസ്തിനി ഒരു നവോത്ഥാന നായകനായി, അതൊരു സംശയമില്ല. അദ്ദേഹത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പരിശുദ്ധനായ പരമോദിനെയും ആ ഒരു നാമം വിളിച്ച് തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹവും കേരള നവോത്ഥാനത്തിന് വേണ്ടി അധകൃതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ആരും പിന്നീടുണ്ടായില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല.